അവർ ചെക്ക് ചെയ്തു. അപ്പം കാസ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് 1 വർഷത്തിൽ 4 ദിവസം കുറവാണ് കോഴ്സ് ഇരിക്കുന്നതിൻ്റെത്. അതായത് എൻ്റെ കോഴ്സ് 2023 ജാനുവരി 16 തുടങ്ങിയിട്ട് 2024 ജാനുവരി 12 അവസാനിക്കും. അപ്പോൾ അതായത് 4 ദിവസം കുറവാണ്. അപ്പം 1 വർഷത്തെ കോഴ്സ് അല്ല എൻ്റെത്. അപ്പോൾ 4 ദിവസത്തെ കുറവിന് എൻ്റെ 2 മാസം അവർ കട്ട് ചെയ്തേക്കുന്നത്. ശരിക്കും UK വരുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയാണ് UK. നമ്മൾ ഒത്തിരി മൂവീസും എല്ലാം കണ്ടിട്ടുണ്ട്. ശരിക്കും ഇവിടെ വന്നപ്പം ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയോ? സത്യം പറയട്ടെ, ഇല്ല. അതെന്താന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ എത്തുന്നത് ക്രിസ്മസ് രാവിലെയാണ്. 5:30 മോർണിംഗിനായിരുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. അപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആരുമില്ല. ഇമിഗ്രേഷൻ്റെ അവിടെ പോലും ആരുമില്ല. ഭയങ്കര സ്മൂത്തായിട്ട് കയറി എല്ലാം കാര്യങ്ങൾ കഴിഞ്ഞു പുറത്തിറങ്ങി ആരുമില്ല. നമ്മൾ വീട്ടിലെത്തി, അക്കോമഡേഷനിലെത്തി, ആരുമില്ല. സിറ്റി സെൻറ്ററിൽ പോയി, ആരുമില്ല. കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ആരെങ്കിലുമൊക്കെ ഷോപ്പിങ്ങിന് വരുന്ന ആൾക്കാരെ, അതും ഞാൻ കാണുന്നത് മൊത്തം ഇന്ത്യൻസിനെ. ഒരു ബ്രിട്ടീഷുകാരെ പോലും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല ആ വന്ന സമയത്ത്. അപ്പം ഞാനിങ്ങനെ എന്ന് ശരിക്കും ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് 3 മണിയാകുമ്പോൾ സൺസെറ്റ്. എനിക്കത് ഒട്ടും പ്രോസസ്സിങ് അല്ലായിരുന്നു 3 മണിക്ക് സൺസെറ്റ് എന്നുള്ളത്. അതുപോലെ രാവിലെ സൂര്യൻ വരുമ്പോൾ ഒരു 10 മണിയൊക്കെ ആവും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മുടെ ആ റൊട്ടീൻ ഒറ്റയടിക്ക് തെറ്റുമല്ലേ. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത 2-3 ദിവസം പുറത്തിറങ്ങി നോക്കി, ആരുമില്ല. എൻ്റെ റൂമിലെ വിൻഡോ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ്, ഗ്ലാസ് വിൻഡോ. അപ്പം ഞാനിങ്ങനെ എപ്പോഴും അതിൻ്റെ മൂട്ടിൽ പോയിരുന്നിട്ട് ഇങ്ങനെ നോക്കും, ആരേലും പോകുന്നുണ്ട്. ആരും കാണാറില്ല. കുറേ വണ്ടികൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാണ്ട് ആരുമില്ല. ഞാൻ ഭയങ്കര എനിക്ക് ഡിപ്രഷനാണോ എന്ന് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാൻ മറ്റേ സോളോയിലൊരു മ്യൂസിക് ഉണ്ട്, ആ മ്യൂസിക്കിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ആ മ്യൂസിക് ഫോണിൽ പ്ലേ ചെയ്യും, അവിടെ ഇരുന്ന് കരയും. ആദ്യം ഞാൻ കരയും, കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്തിനാ കരയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതോർത്ത് ഞാൻ വീണ്ടും കരയും. എന്തിനാ കരയുന്നതെന്ന് പോലും അറിയാണ്ട് കരയുവാണല്ലോ എന്നോർത്ത് വീണ്ടും വീണ്ടും അങ്ങനെ ഇരുന്ന് കരയുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം ഫുൾ അങ്ങനെ തന്നെ ആയിരുന്നു. ഭയങ്കര ഡിപ്രഷനായിരുന്നു. അത് എനിക്ക് തോന്നുന്നു മെയിൻലി സൂര്യനെ കാണുന്നത്. എനിക്ക് എപ്പോഴും വെട്ടം വേണം, എനിക്കെപ്പോഴും സൺലൈറ്റ് വേണം, ആൾക്കാരെ കാണണം. അതിന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് UK ആണെന്ന് ഫീൽ ചെയ്തത് ഫോൾ സീസണിലായിരുന്നു. ഫോൾ സീസണിൽ അതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സീസൺ. ലീഫൊക്കെ പല കളറിൽ ഫുൾ ഇങ്ങനെ മഞ്ഞ ഓറഞ്ച് കളറിൽ ഇരുന്നിട്ട് ആ ടൈമിൽ ഈ എന്താ പറയുക, ട്രീസിൻ്റെ സൈഡിൽ നിന്ന് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ കാണുമ്പോഴാണ് എനിക്ക് ഓക്കെ UK വന്നു എന്നൊരു ഫീൽ. അല്ലാണ്ട് എനിക്ക് അങ്ങനെ UK എത്തി എന്നൊരു ഫീൽ. എനിക്ക് തോന്നുന്നു അത് മെയിൻ റീസൺ, നമ്മൾ എവിടെ നോക്കിയാലും ഇന്ത്യൻസും പാകിസ്ഥാനീസും ഇവിടെ, ബ്രിട്ടീഷുകാർ കുറവാണ്. ഞാൻ ബ്രിട്ടീഷുകാരെ കൂടുതലും കാണുന്നത് ഇവിടെ നമ്മളുടെ ഫുട്ബോളില്ലേ, എൻ്റെ അക്കോമഡേഷൻ അവിടെയാണ്, ഫുട്ബോൾ സ്റ്റേഡിയം, ഷെഫീൽഡ് യുണൈറ്റഡ് FC. അപ്പം കളി ഉള്ള ടൈമിലാണ് ഈ ബ്രിട്ടീഷുകാരിങ്ങനെ പുറത്തേക്ക് ചാടുന്നത്. അല്ലാതെ ഞാൻ ആരും കാണുന്നില്ല. കാരണം ഇവർ രാവിലെ എണീക്കുന്നു, വർക്കിന് പോകുന്നു, തിരിച്ചു വരുന്നു. പിന്നെ ഫ്രൈഡേ സാറ്റർഡേ പബ്ബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരെ കാണാൻ പറ്റുക. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരെ കാണുന്നത് തന്നെ ഇവിടെ വന്നിട്ട്. എൻ്റെ കേസിൽ ഞാൻ ഒറ്റക്കല്ല വന്നത്, ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് വന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിപ്രഷനോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന ആളാണ്. മിണ്ടാണ്ടിരിക്കുക, എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആ ഡിപ്രഷൻ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കിംഗ് പഠിച്ചു തുടങ്ങിയത്. അപ്പൊ ഞാൻ ഇതുപോലെ ഹസ്ബൻഡ് ഉണ്ട്, അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുക, അങ്ങനത്തെ. അതായത് നമ്മളെപ്പോഴും ആദ്യം വന്നപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ എത്തിയപ്പം ദൈവം സഹായിച്ച് കുറച്ച് ബ്രിട്ടീഷുകാരെ കാണാൻ പറ്റി എയർപോർട്ടിൽ എല്ലായിടത്തും. അപ്പൊ എനിക്ക് വന്നപ്പോൾ തന്നെ ഒരു തണുപ്പൊക്കെ അല്ലേ, അപ്പൊ നമ്മള് ആ ചൂടത്ത് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഓക്കെ UK എത്തി, ജാക്കറ്റും തൊപ്പിയൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തള്ളാം, ഇൻസ്റ്റാഗ്രാമിൽ തള്ളാം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീല്. അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വന്നത് ഈ ജാനുവരിയിൽ വിൻ്റർ ടൈമാണ്. അപ്പം ഈ പെട്ടെന്ന് സൂര്യൻ അസ്തമിക്കുന്ന ഈ 3:30 മണിക്കൊക്കെ സൂര്യൻ അസ്തമിക്കുക എന്ന് പറയുന്നത് 10-28 കൊല്ലം
നമ്മൾ ഇന്ത്യയിൽ നിന്ന് ആ സൂര്യ വെളിച്ചത്തിൽ നിന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ അത് വല്ലാണ്ട് എന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പണ്ടേ മേക്കപ്പ് അത് തന്നെ സൂര്യൻ എനിക്ക് അത്ര വലിയ കാര്യമൊന്നുമില്ല, വേണമെങ്കിൽ വന്നോട്ടെ പോയിക്കോട്ടെ അല്ല എന്നാലും 3.5 മണിക്കൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജാനുവരിയിൽ വന്നൊരു ജാനുവരി 2nd വീക്കോ 3rd വീക്കോ ആയപ്പോൾ മഞ്ഞ് വീണു. അപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് സ്നോഫോൾ എന്ന് പറയുന്നത്, അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ നാട്ടിൽ മഞ്ഞൊന്നും വീഴാനില്ല. അപ്പോൾ മഞ്ഞ് വീണ എൻ്റെ ഫസ്റ്റ് സ്നോഫോൾ കണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് എന്താ പറയുക, ഒരുപാട് അതിൽ തലകുത്തി മറിഞ്ഞ് ഫോട്ടോ എടുക്കുക, അതിൽ കുറേ നാൾ അതിൽ തന്നെയായിരുന്നു. അത് ഞാൻ നിന്നത് S8 എന്ന് പറഞ്ഞാൽ, അതായത് സിറ്റി സെൻറ്ററിൽ നിന്ന് ഒരു 20 മിനിറ്റ് അല്ല 25-30 മിനിറ്റോളം ട്രാവൽ ഉണ്ട്. കുറച്ചൊരു മലയും കുന്നൊക്കെ ഉള്ളൊരു ഏരിയയിലായിരുന്നു. ബസ്സിൽ അത്രയും ടൈം എടുക്കും, കുറച്ച് ദൂരമാണ്. അത് എനിക്ക് അക്കോമഡേഷൻ സ്ഥലം അറിയാണ്ട് പറ്റിപ്പോയ ഒരു അമളിയാണത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫീൽഡിൽ ഇപ്പം 1 ഡിഗ്രി ആണെങ്കിൽ അവിടെ 0 -1 ആയിരിക്കും. എപ്പോഴും ഷെഫീൽഡിൽ നിന്നും ഒരു 2 ഡിഗ്രി താഴ്ന്നിട്ടുള്ള സ്ഥലമാണ് അവിടെ. അപ്പം മഞ്ഞും ഒക്കെ അത് നല്ലൊരു കാര്യമാണ്. മഞ്ഞ് ആസ്വദിച്ചതൊക്കെ അതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ മനസ്സിലുണ്ട്. ശരിക്കും ഇപ്പൊ മഞ്ഞ് കാണുമ്പോ ആ വന്നപ്പോൾ ഉള്ള ഫീൽ ഇല്ല. ഇപ്പെന്ന് പറഞ്ഞാല് ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മഞ്ഞത്ത് ഒരു പ്രാവശ്യം വീണിട്ടുണ്ട്. ഇപ്പൊ കാണുമ്പോ ഒരു പേടിയാ, എന്നാലും ഫസ്റ്റ് സ്നോ എന്ന് പറയുമ്പോ നമുക്കൊരു എക്സൈറ്റ്മെന്റ് നോക്കിയിരിക്കും. പക്ഷെ പിന്നെ ഈ സ്നോ തീരുന്നില്ലേ എന്ന് കാണുമ്പോൾ നമുക്കൊരു പേടിയാ. സ്നോ ഇതെന്താ തീരാത്ത, മഴ വരാണ്ടിരിക്കുമ്പോ ഒരു ടെൻഷനാണ്. സ്നോയിലെ കൂടി നടന്ന ഭയങ്കര സ്ലിപ്പറിയാണ്. നമ്മൾ ആ ഫോട്ടോ എടുക്കുന്ന രസമൊന്നും അതിൽ കഴിഞ്ഞ് കുറച്ചൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ അതിലെ കൂടി നടക്കം കിട്ടില്ല. എത്രയോ തവണ ഞാൻ വീണിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ നമുക്ക് അത്രയും എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. ആദ്യം കാണുമ്പോൾ ജീവിതത്തിൽ ആദ്യത്തെ സ്നോ ആണല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റേ കുളു മനാലിയിലോ എവിടെയും ട്രിപ്പൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്ന മഞ്ഞ് എപ്പോഴും ശരിക്കും UK വന്നിട്ട് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം എന്താണ്? ഒരു ഈവൻ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, നോ പ്രോബ്ലം, എന്തായിരുന്നു സംഭവം? എന്റെ വിസയുടെ പ്രശ്നം. അത് ഞാൻ പൊളിക്കും. ഞാനിപ്പോ എനിക്ക് മറക്കാൻ പറ്റാത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാസ് ഉണ്ടല്ലോ, നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് കാസ് ഉണ്ടല്ലോ, കാസിന്റെ വെള്ളക്കടലാസ് കൺഫർമേഷൻ അക്സെപ്റ്റൻസ് ഫോർ സ്റ്റഡീസ്.